ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി വീഡിയോസ് ഇട്ടിട്ട് ഈ 2026 കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നോക്കാം. അങ്ങനെ ആദ്യത്തെ വീഡിയോ നമ്മുടെ ഐക്യയിൽ തന്നെ തുടങ്ങാം. ഈ വീഡിയോയിൽ ഞാൻ 3 ഷോപ്പിൽ പോയത് കാണിക്കുന്നുണ്ട്. ഒന്ന് ഐക്യ, പിന്നെ ഒന്ന് എയ്സ്, പിന്നെ ഫ്ലൈയിങ് ടൈഗേഴ്സ്. ഇതെല്ലാം നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലാണ് കേട്ടോ. ഈ പ്രാവശ്യം പോയപ്പോൾ കുറേ ന്യൂ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി പ്ലേറ്റ് സെക്ഷൻ, പിന്നെ അതുപോലെ തന്നെ കുക്ക് വെയർ ഒക്കെ. ഇവിടെ പാൻ ഡിഫറെൻറ്റ് സൈസിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ഇവിടുന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് പ്ലാന്റ് വാങ്ങിയത്, ഒരു സ്നേക്ക് പ്ലാന്റ്. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, കുറേ വർഷമായി. ബാക്കി നഴ്സറിയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഐക്യയിലെ പ്ലാന്റ്സ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറച്ച് പ്രൈസിയാണ്. പക്ഷെ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എവിടെയാണ് പ്രൈസ് കുറവെന്നൊക്കെ. സാധാരണ എല്ലാവരും പ്ലാന്റ്സ് ആദ്യമായിട്ട് വാങ്ങിക്കുമ്പോൾ മണി പ്ലാന്റ് ഒക്കെയാണ് വാങ്ങിക്കാറ്. പക്ഷെ ഞാനെന്തോ അന്ന് സ്നേക്ക് പ്ലാന്റ് ആണ് വാങ്ങിച്ചത്. അതുപോലെ തന്നെ അവരുടെ ഈ ബാംബൂ പ്ലാന്റ് ഒക്കെ നല്ലതാണ് കേട്ടോ. ജസ്റ്റ് 9 dirhamsോ 10 dirhamsോ ആണ്ടേ ഉള്ളൂ. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ കറങ്ങി, പിന്നെ ആദ്യം ഒരു ഐസ്ക്രീം കഴിച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് മീറ്റ് ബോൾസ്, പിന്നെ അവരുടെ സീസർ സലാഡ്, പിന്നെ ഒരു 12 dirhamsന് നല്ല വലിയ ഗ്ലാസ്സിൽ ജ്യൂസ് കിട്ടും, ഫ്രഷ് ജ്യൂസ്. അതും കിട്ടലാണ് കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ഒത്തൻറ്റിക് അറബിക് ഷവർമയുണ്ട്, അതും നല്ല ടേസ്റ്റാണ്. അവരുടെ ഗാർലിക് പേസ്റ്റ് ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് നമ്മൾ പോയത് എയ്സിലാണ്. ഇവിടെ ക്രോക്കറി ഐറ്റംസും അതുപോലെ കുറേ കിച്ചൺ ഐറ്റംസും ഒക്കെ ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയാണ്. ബട്ട് ഭയങ്കര കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എനിക്ക് കാരിഫോറിലൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ തോന്നാറ്. പിന്നെ ഞാൻ അങ്ങനെ ഇവിടുന്ന് സാധനം ഒന്നും വാങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ നല്ല അപ്ലയൻസസ് ഒക്കെ കിട്ടും, ഡിഫറെൻറ്റ് ബ്രാൻഡ്സ്. പിന്നെ ഞാൻ വരുന്നത് ഇടയ്ക്ക് ഇവിടെ പ്ലാന്റ്സ്, നല്ല വെറൈറ്റി പ്ലാന്റ്സ് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. ചില ഐറ്റംസ് ഒക്കെ അവരിതുപോലെ ഓഫറിലൊക്കെ ഇടും. അപ്പോൾ നല്ല വലിയ പ്ലാന്റ്സ് ഒക്കെ, ചിലപ്പം തന്നെ വലിയ മണി പ്ലാന്റ്സോ അല്ലെങ്കിൽ ZZ പ്ലാന്റ്സോ, അങ്ങനെ കുറേ പ്ലാന്റ്സ് നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഒരു വലിയ പ്ലാന്റ് വാങ്ങിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ വന്ന് നോക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ പോട്ട്, അതൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കുറേ അവിടെയൊക്കെ കറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലൈയിങ് ടൈഗേഴ്സിൽ പോയി. ആക്ച്വലി ഞാനാണെങ്കിൽ ആദ്യമാണ് എയ്സിൽ പോയത്. പക്ഷേ വീഡിയോ ആദ്യം ഐക്യയുടെ എഡിറ്റ് ചെയ്തപ്പോൾ അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ കേട്ടോ. ആദ്യം എയ്സിൽ പോയി, അത് കഴിഞ്ഞിട്ട് നമ്മൾ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലുള്ള ഐക്യയിൽ പോയി. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഫ്ലൈയിങ് ടൈഗേഴ്സിൽ പോയത്. ഈ കാണുന്ന വീഡിയോസിൽ കാണിക്കുന്നതൊക്കെ ഫ്ലൈയിങ് ടൈഗേഴ്സിലുള്ള എടുത്ത വീഡിയോസാണ്. ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. എസ്പെഷ്യലി പ്ലാനേഴ്സ് ഒക്കെ ഇല്ലേ, നമ്മുടെ മന്ത്ലി പ്ലാനർ, അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള പ്ലാനർ, ഫുഡ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഡിഫറെൻറ്റ് സൈസിലും ഡിഫറെൻറ്റ് കളേഴ്സിലും, അപ്പം ഡിഫറെൻറ്റ് പാറ്റേൺ, അങ്ങനെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ പോയി ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇവരുടെ കപ്പൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. അതുപോലെ അത്യാവശ്യം അഫോർഡബിൾ ആണെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസാണ്. ഫ്ലൈയിങ് ടൈഗേഴ്സിന് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിലും അതുപോലെ തന്നെ ദുബായ് ഹിൽസ് മോളിലും ഓരോ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇവിടെ ഏതെങ്കിലും മോളിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അണ്ടിൽ ദെൻ ബൈ, താങ്ക് യു.